Good morning. Today we will discuss about the Royal Indian Naval Mutiny 1946. The Royal Indian Naval Mutiny 1946. The Royal Indian Naval Mutiny was broke out in His Majesty's Indian ship Talwar at Colaba Harbour in Bombay on 18th February 1946. 1946 ഫെബ്രുവരി മാസം 18-ാം തീയതി ബോംബെയിലെ കൊളോബ തുറമുഖത്ത് ആരംഭിച്ച നാവിക കലാപം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു സംഭവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. The naval mutiny was led by the non-commissioned officers and sailors against the British. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ നാവികസേനയിലെ നോൺ കമ്മീഷൻഡ് ഓഫീസർമാരും നാവികന്മാരുമാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. വെരി സൂൺ ദ നാവൽ മ്യൂട്ടിനി സ്പ്രെഡ് ടു ദി ഹോൾ നാവൽ ബാരക്സ് ആൻഡ് ഷിപ്സ് ഇൻ ബോംബെ, കൽക്കട്ട, മദ്രാസ്, കറാച്ചി, പൂന, വിശാഖപട്ടണം, കൊച്ചിൻ, ആൻഡമാൻ ഐലൻഡ്സ് ആൻഡ് ടു അതർ നാവൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ ഇന്ത്യ. വളരെ പെട്ടെന്ന് തന്നെ ഈ നാവിക കലാപം ഇന്ത്യയിൽ അങ്ങോളുമിങ്ങോളുമുള്ള നാവിക താവളങ്ങളിലും നാവിക കേന്ദ്രങ്ങളിലും ലേക്കും വ്യാപിച്ചു. ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും കറാച്ചിയിലും പൂനെയിലും വിശാഖപട്ടണത്തും കൊച്ചിയിലും ആൻഡമാൻ ഐലൻഡുകളിലും ഉള്ള എല്ലാ നാവിക കേന്ദ്രങ്ങളിലും നാവിക താവളങ്ങളിലും ബാരക്കുകളിലും അതുപോലെ തന്നെ നാവിക കപ്പലുകളിലേക്കും ഈ കലാപം വ്യാപിച്ചു. More than 20,000 Indian naval officers and sailors took part in the naval mutiny. ഈ നാവിക കലാപത്തിൽ 20,000-ഓളം ഇന്ത്യൻ നാവിക ഓഫീസർമാരും നാവികന്മാരും പങ്കെടുക്കുകയുണ്ടായി. It spread to 66 naval ships and naval establishments in the country. ഈ കലാപം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന 66ഓളം നാവിക കപ്പലുകൾ വ്യാപിക്കുകയും അതുപോലെ ഇന്ത്യയുടെ നാനാഭാഗത്തുമുള്ള നാവിക കേന്ദ്രങ്ങളിലും നാവിക താവളങ്ങളിലേക്കും ഈ കലാപം പടർന്നു പിടിച്ചു. ഫൈനലി ദ നാവൽ മ്യൂട്ടിനി വാസ് ബ്രൂട്ടലി സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. അവസാനം ഈ നാവിക കലാപത്തെ ബ്രിട്ടീഷുകാർ അതിക്രൂരമായി എത്തുകയാണ് ചെയ്തത്. Causes of the Naval Mutiny. The Royal Indian Naval Mutiny was started at the His Majesty's Indian ship Talwar on 18th February 1946. 1946 ഫെബ്രുവരി മാസം 18-ാം തീയതി ബോംബെയിലെ കൊളോബ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ബ്രിട്ടീഷ് നാവിക കപ്പലായ തൽവാറിലായിരുന്നു നാവിക കലാപത്തിൻ്റെ ആരംഭം. They formed a naval central strike committee and selected signalman Lieutenant M.S. Khan as president and petty officer Madan Singh as the vice president. നാവിക കപ്പലിലെ നാവികന്മാരും അതുപോലെ തന്നെ നാവിക ഓഫീസർമാരും സമരം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്ര നാവിക സമരസമിതി രൂപീകരിക്കുകയും സിഗ്നൽമാൻ ലഫ്റ്റനന്റ് M.S. ഖാനെ സമരസമിതിയുടെ പ്രസിഡന്റായും പെറ്റി ഓഫീസർ മദൻ സിംഗിനെ സമരസമിതിയുടെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. They refused to work and defied the British officers. കപ്പലിലെ ഇന്ത്യക്കാരായ നാവിക ഓഫീസർമാരും നാവികന്മാരും ജോലിക്ക് ഹാജരാകാൻ വിസമ്മതിക്കുകയും ബ്രിട്ടീഷുകാരായ മേലുദ്യോഗസ്ഥന്മാരെ ധിക്കരിക്കുകയും ചെയ്തു. The main causes for the naval mutiny are the following. സമരത്തിനാധാരമായ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഡിമാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. സമരത്തിൽ ഈ കപ്പലിൽ
ഇന്ത്യക്കാരായ നാവികന്മാരെയും നാവിക ഓഫീസർമാരെയും സമരത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡിമാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, നല്ല ഭക്ഷണത്തിനും നല്ല താമസ സൗകര്യത്തിനും വേണ്ടിയുള്ള നാവികന്മാരുടെ ആവശ്യമാണ് ഈ സമരത്തിൻ്റെ ഒന്നാമത്തെ കാരണമായി കരുതപ്പെടുന്നത്. ഡിമാൻഡ് ഫോർ പേ ഹൈക്ക് ആൻഡ് സർവീസ് പ്രൊമോഷൻ, നാവികന്മാരുടെ ശമ്പള വർധനയും സ്ഥാനക്കയറ്റവുമാണ് രണ്ടാമത്തെ കാരണമായി കരുതുന്നത്. സ്റ്റോപ്പ് ഇൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് ഇന്ത്യൻ നാവൽസ്, ഇന്ത്യക്കാരായ നാവിക ഓഫീസർമാരോടും നാവികന്മാരോടും ബ്രിട്ടീഷ് മേലുദ്യോഗസ്ഥന്മാർ കാണിച്ച വംശീയമായ വിവേചനങ്ങളും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള അപമര്യാദയോടുകൂടിയ പെരുമാറ്റങ്ങളുമാണ് കപ്പലിലെ നാവികന്മാരെയും അതുപോലെ തന്നെ നാവിക ഓഫീസർമാരെയും സമരത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. റിലീസ് ഓഫ് INA പ്രിസണേഴ്സ്, ഈ സമരത്തിന്, ഈ നാവിക കലാപത്തിൽ നാവികന്മാർ ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് INA, അറസ്റ്റ് ചെയ്ത് തടവിലാക്കപ്പെട്ട INA ഭടന്മാരെ മോചിപ്പിക്കുക എന്നതായിരുന്നു. വിഡ്രോവൽ ഓഫ് ഇന്ത്യൻ ട്രൂപ്സ് ഫ്രം ഇന്തോനേഷ്യ, ഈ നാവിക കലാപത്തിന് ഇടയാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കലാപകാരികളുടെ ആവശ്യം ഇന്ത്യക്കാരായ പട്ടാളക്കാരെ ഇന്തോനേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു ഈ സമരക്കാരുടെ, ഈ നാവിക കലാപകാരികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. റിവിഷൻ ആൻഡ് ഈക്വൽ പേ ഫോർ ഇന്ത്യൻ നാവൽ ഓഫീസേഴ്സ് ആൻഡ് സെയിലേഴ്സ് ലൈക്ക് ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആൻഡ് നാവൽസ്, ഇന്ത്യക്കാരായ നാവിക ഓഫീസർമാർക്കും നാവികന്മാർക്കും ബ്രിട്ടീഷ് ഓഫീസർമാരോടും അല്ലെങ്കിൽ നാവികന്മാർക്കുമൊപ്പം തുല്യമായ വേതനം അല്ലെങ്കിൽ തുല്യമായ ശമ്പളവും അതുപോലെ തന്നെ സേവന വേതന വ്യവസ്ഥകളും ലഭിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത്. The beginning of the Naval revolt. The Naval Mutiny was started in the British Royal Naval ship Talwar on 18th February 1946 and very soon spread to other naval ships and barracks in the shore. 1946 ഫെബ്രുവരി മാസം 18-ാം തീയതി ബോംബെയിലെ കൊളോബ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന തൽവാർ എന്ന ബ്രിട്ടീഷ് നാവികസേന കപ്പലിലാണ് സമരത്തിൻ്റെ അല്ലെങ്കിൽ നാവിക കലാപത്തിൻ്റെ തുടക്കം. വളരെ പെട്ടെന്ന് തന്നെ ഈ നാവിക കലാപം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളുമുള്ള നാവിക കേന്ദ്രങ്ങളിലേക്കും ബാരക്കുകളിലേക്കും കപ്പലുകളിലേക്കും വ്യാപിച്ചു. They refused to work and defied the orders of the superior British officers. നാവികസേന കപ്പലുകളിലെയും നാവിക കേന്ദ്രങ്ങളിലെയും ഇന്ത്യക്കാരായ നാവിക ഓഫീസർമാരും നാവികന്മാരും ജോലിക്ക് ഹാജരാകാൻ വിസമ്മതിക്കുകയും മേലുദ്യോഗസ്ഥന്മാരെ ബ്രിട്ടീഷുകാരെ ധിക്കരിക്കുകയും ചെയ്തു. They led violent demonstrations in Bombay. കലാപകാരികളായ നാവികന്മാർ ബോംബെയിൽ അക്രമാസക്തമായ പ്രകടനങ്ങൾ നടത്തി. ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് വർ അറ്റാക്ക്ഡ് ആൻഡ് ഡാമേജ്ഡ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ നാവിക സേനാ കേന്ദ്രങ്ങളെയും കലാപകാരികൾ ആക്രമിക്കുകയും നാവിക സേനയ്ക്കും നാവിക കേന്ദ്രങ്ങൾക്കും വ്യാപകമായ നാശം വരുത്തുകയും ചെയ്തു. The naval rioters targeted the British residents and officers in Bombay. ബോംബെയിലെ ബ്രിട്ടീഷുകാരായ നാവിക ഓഫീസർമാരും അതുപോലെ തന്നെ സാധാരണ ഇംഗ്ലീഷ് പൗരന്മാരും വ്യാപകമായി ആക്രമിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്തു. They took control of British arms and ammunition storages in the Butcher Island in Bombay. ബോംബെയിലെ ബുച്ചർ ഐലൻഡിലെ നാവിക സേനയുടെ ആയുധപ്പുര
കലാപകാരികളായ നാവികന്മാർ ആക്രമിക്കുകയും ആയുധങ്ങളും മറ്റും കൊള്ളയടിക്കുകയും ചെയ്തു. ദ റൈറ്റേഴ്സ് ഡെസേർട്ടഡ് ദെയർ ജോബ്. കലാപകാരികളായ നാവികന്മാർ അവരുടെ ജോലി ഉപേക്ഷിക്കുകയും കപ്പലുകളിൽ നിന്ന് കരയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. ദ റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് മെൻ അറ്റ് ബോംബെ ആൾസോ സപ്പോർട്ടഡ് ദി റൈറ്റേഴ്സ്. നാവിക കലാപകാരികൾക്ക് പിന്തുണയുമായി ബോംബെയിലെ വ്യോമസേനയിലെ പട്ടാളക്കാരും രംഗത്ത് വന്നു. ദ ഗൂർഖാസ് ഇൻ കറാച്ചി ആൾസോ സപ്പോർട്ടഡ് ദ റിവോൾട്ട് ആൻഡ് റിഫ്യൂസ്ഡ് ടു ഫയർ ദി റൈറ്റേഴ്സ്. കറാച്ചിയിലെ ഗൂർഖ പട്ടാളക്കാർ നാവിക കലാപകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ബ്രിട്ടീഷ് മേലുദ്യോഗസ്ഥന്മാരെ നിരാകരിക്കുകയും കലാപകാരികളെ വെടിവെക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ ഉത്തരവ് പാലിക്കാതിരിക്കുകയും ചെയ്തു. ദ പബ്ലിക് ആൾസോ സപ്പോർട്ടഡ് ദ റൈറ്റേഴ്സ്. കലാപകാരികളെ പൊതുജനങ്ങളും വ്യാപകമായി പിന്തുണക്കുകയും കലാപകാരികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾസോ സപ്പോർട്ടഡ് ദി naval mutiny openly. The national leader like Aruna Asaf Ali also openly supported the naval rioters. ദേശീയ നേതാക്കന്മാരായ അരുണ അസഫലിയെ പോലുള്ള ആൾക്കാർ നാവിക കലാപകാർക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. But the Indian National Congress leaders persuaded the rioters to stop the riot. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കലാപകാരികളോട് സമരം നിർത്തി സമാധാനത്തിന്റെ മാർഗം സ്വീകരിക്കുവാൻ വേണ്ടിയാണ് കലാപകാരികളോട് ആഹ്വാനം ചെയ്തത്. With the intervention and persuasion of Vallabhbhai Patel and Nehru, the rioters surrendered on 23rd February 1946 and the Royal Indian Naval Mutiny came to an abrupt end. എന്നാൽ വല്ലഭായ് പട്ടേലിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശക്തമായ ഇടപെടലിൻ്റെയും അനുനയത്തിൻ്റെയും ഭാഗമായിട്ട് നാവിക കലാപകാരികൾ അവരുടെ കലാപം അവസാനിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ 1946 ഫെബ്രുവരി മാസം 23 കീഴടങ്ങുകയും അതോടുകൂടി നാവിക കലാപം അവസാനിക്കുകയും ചെയ്തു. Results and significance of the Naval Mutiny. The Royal Indian Naval Mutiny had made a profound impact on British policy towards India during the last stage of the liberation movement. 1946 പൊട്ടിപ്പുറപ്പെട്ട നാവിക കലാപം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കാൻ കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോട് ബ്രിട്ടീഷുകാരുടെ നയത്തിൽ കാതലായ മാറ്റം വരുത്തുവാൻ ഈ കലാപം ഇടയായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. The Naval Mutiny and the growing discontent among the British Indian Defence Forces shocked the British. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേന അംഗങ്ങൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് വിരോധം ബ്രിട്ടീഷുകാരിൽ വലിയ ഞെട്ടലുളവാക്കി എന്നാണ് പറയുന്നത്. Now they realized that they could no longer withhold the Indian independence. ഇന്ത്യയുടെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വ്യാപകമായ പ്രതിഷേധവും ബ്രിട്ടീഷ് വിരോധവും വളർന്നു വന്നതോടുകൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അധികകാലം പിടിച്ചുവെക്കാൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാതെ ഇന്ത്യയിൽ അധികകാലം ബ്രിട്ടീഷ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യം ഈ നാവിക കലാപത്തോടുകൂടി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. It accelerated the end of British rule and attainment of Indian independence. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ 1946 നാവിക കലാപമാണ്
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത്. The main result of the naval mutiny are the following. Heavy loss and damage to British defense establishments all over India. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള നാവിക കേന്ദ്രങ്ങൾക്കും നാവിക കപ്പലുകൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതാണ് നാവിക കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം. ഡെത്ത് ഓഫ് 7 sailors and 1 officers. ഈ നാവിക കലാപത്തിൻ്റെ ഭാഗമായി 7ഓളം നാവികന്മാരും ഒരു നാവിക ഓഫീസറും കൊല്ലപ്പെട്ടു. 476 sailors were dismissed from the Royal Indian Navy by the British, and later they were not readmitted into the Free Indian or Pakistani naval forces. ഈ നാവിക കലാപത്തിൻ്റെ ഭാഗമായി റോയൽ ബ്രിട്ടീഷ് നാവൽ ഫോഴ്സിലെ 476ഓളം നാവികന്മാരെ ബ്രിട്ടീഷുകാർ കലാപത്തിന് ശേഷം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ നാവികസേനയിൽ ഇവരെ പിന്നീട് തിരിച്ചെടുക്കുകയുണ്ടായില്ല. അതാണ് ഈ സമരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫലം. നാവൽ റൈറ്റേഴ്സ് റിസീവ്ഡ് എ നാഷൻ വൈഡ് പബ്ലിക് സപ്പോർട്ട്. നാവിക കലാപത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത് ഈ നാവിക കലാപകാരികൾക്ക് രാജ്യവ്യാപകമായ ഒരു ദേശീയ പിന്തുണ ലഭിച്ചു എന്നതാണ്. In the naval rioting and violence followed in Bombay, about 200 civilians lost their life. ബോംബെയിൽ ആളിപ്പടർന്ന നാവിക കലാപത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 200ഓളം പൗരന്മാർക്ക് ജീവഹാനി സംഭവിച്ചു എന്നതാണ് ഈ നാവിക കലാപത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫലം. The naval riots brought freedom very near to the people. നാവിക കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലവും അതിൻ്റെ പ്രാധാന്യവും എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമ്പാദന പ്രക്രിയയെ നാവിക കലാപം വേഗത്തിലാക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ജനങ്ങൾക്കരികിൽ വളരെ വേഗത്തിലെത്തിക്കാൻ വേണ്ടി ഈ നാവികന്മാരുടെ ശക്തമായ കലാപം ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫലവും അതുപോലെ തന്നെ പ്രാധാന്യവുമായിട്ട് കണക്കാക്കപ്പെടുന്നത്.